ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തുന്നത് അത് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളും പോലീസിൻ്റെയൊക്കെ സഹചര്യം നമുക്ക് ചില കോൺടാക്ട്സ് ഒക്കെ ട്രേസ് ചെയ്യാനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ പോയപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഒരു നേരിട്ടുള്ള അന്വേഷണത്തിലൂടെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനും അതോടൊപ്പം പോലീസിൻ്റെ സഹായത്തോടു കൂടി സമ്പർക്ക പട്ടികയിലുള്ളവരെ ഉൾപ്പെട്ടിട്ടുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുള്ളത്. 174 പേരിലെ സമ്പർക്ക പട്ടികയിലുള്ളതിൽ എത്ര പേരുടെ സാമ്പിളുകൾ ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചു? എത്ര ഫലം വരാനുണ്ട്? നമുക്ക് ഇന്നലെ പരിശോധിച്ചത് 13 സാമ്പിളുകളാണ്. 13 സാമ്പിളുകളും നെഗറ്റീവാണ്. അപ്പോൾ നമ്മളിതിൽ പരിശോധിക്കുന്നത് 2-3 കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒന്ന്, ഈ സമ്പർക്ക പട്ടികയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ സാമ്പിളുകളാണ് നമ്മൾ എടുക്കുക. ഇനി സമ്പർക്ക പട്ടികയിലുള്ള ആർക്കെങ്കിലും അതിനൊരു സെക്കൻഡറി കോൺടാക്റ്റും ആകട്ടെ, സെക്കൻഡറി കോൺടാക്റ്റിലുള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സാമ്പിളും എടുക്കും. അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ എല്ലാ സാമ്പിളുകൾ എടുക്കുക, രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകൾ എടുക്കുക എന്നുള്ള നിലയാണ്. അതാണ് നമ്മുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി. ഇന്നലെ 13 പേരുടെ സാമ്പിളുകളാണ് എടുത്തത്. അതിൽ ഹയസ്റ്റ് റിസ്ക് ഉള്ളവരുണ്ട്, ചിലർക്ക് ചെറിയ തൊണ്ടവേദന, പിന്നെ ഹൈ റിസ്ക് കോൺടാക്റ്റ് ആയിട്ടുള്ളവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഭയവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവരും ഈ 13 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ 13 പേരുടെയും സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പരിശോധിച്ചത്. അത് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൂടുതൽ ആളുകളുടെ സാമ്പിൾ എടുക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മീഡിയം ഇൻക്യുബേഷൻ ടൈമുണ്ട്. അതായത് ഈ രോഗിക്ക് തീവ്ര രോഗലക്ഷണമുള്ള ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു കോണ്ടാക്റ്റിൽ നിന്ന് വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 9 മുതൽ ഉള്ള ദിവസങ്ങളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക. അതാണ് ഒരു മീഡിയം ഇൻക്യുബേഷൻ ടൈം. നമ്മുടെ ഒരു മുൻകാല അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ 9-10 ദിവസങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇന്ന്, നാളെ, മറ്റന്നാളൊക്കെയാണ് ആ നിലയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ രോഗവ്യാപനം ഉണ്ടാകാനുള്ളൊരു ഹയസ്റ്റ് ഏറ്റവും സാധ്യതയുള്ളൊരു സമയം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള മുഴുവൻ ആളുകളെയും CCTV ദൃശ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് ഒരാളെ പോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കി അവരെ കണ്ടെത്തി അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രതിരോധ മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ രോഗലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ യുവാവ് മറ്റൊരു സംസ്ഥാനത്ത് ബാംഗ്ലൂരിൽ പഠിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കർണാടക സർക്കാരുമായിട്ട് അവിടുത്തെ ആരോഗ്യ വകുപ്പുമായിട്ടും ആരോഗ്യ പ്രവർത്തകരുമായിട്ടും ഡയറക്ടർ തലത്തിലുള്ള അവർ ആശയവിനിമയം നടത്തിയിരുന്നു. അതുപോലെ കേന്ദ്രത്തിൻ്റേതായിട്ട് 2 സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിങ്ങും നടത്തിയിരുന്നു. കാരണം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് ആ നിലയിലുള്ളൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പോൾ അവരുമായിട്ട് കൂടി കർണാടക സ്റ്റേറ്റുമായിട്ട് കൂടി അവരുടെ ആരോഗ്യ വകുപ്പുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് ആദ്യം നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുക, അവിടെ ആരൊക്കെയുണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയുണ്ട്. കാരണം ആ ഒരു ഹിസ്റ്ററി കൂടി നമുക്ക് ട്രേസ് ചെയ്യണമല്ലോ. 21 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടൊരു സഹകരണവും ആശയവിനിമയവും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിലയിൽ പരിശോധനകൾക്ക് നടത്തി വരുന്നുണ്ട്. മലപ്പുറത്താണെങ്കിൽ കനത്ത ജാഗ്രതയും നിയന്ത്രണമുണ്ട്. ഇത് എത്ര കാലം ഈ നിയന്ത്രണം ഉണ്ടാകും? നമ്മളെങ്ങനെ കരുതുന്നത്? അത് നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ. അതായത് ഇപ്പോൾ നമ്മൾ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രോഗിയുമായിട്ട് അല്ലെങ്കിൽ അവസാനം രോഗം റിപ്പോർട്ട് ചെയ്ത ദിവസം മുതൽ 21 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അതായത് 21 ദിവസങ്ങൾക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് രോഗലക്ഷണം ഉണ്ടാകാം. കേരളം നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡബിൾ ദ ഇൻക്യുബേഷൻ പീരീഡ്, ഈ ഇൻക്യുബേഷൻ പീരീഡായിട്ടുള്ള 21 ദിവസത്തിൻ്റെ ഇരട്ടി ദിവസം 42 ദിവസമാണ് നമ്മളുടെ ഫീൽഡ് തലത്തിലുള്ള ജാഗ്രത തുടരുക. ആ ജാഗ്രത തുടരുക എന്നുള്ളതിൻ്റെ അർത്ഥം കണ്ടെയ്ൻമെൻറ് സോൺ 42 ദിവസം ആകണമെന്നുള്ളതല്ല. അപ്പോൾ അത് നമ്മൾ ഗ്രാജുവലി സാവധാനം ഇപ്പോൾ പരിശോധന, ഇപ്പോൾ ഹൈ റിസ്ക് കോൺടാക്റ്റിലുള്ളവരുടെയൊക്കെ സാമ്പിളുകൾ പരിശോധിച്ചു. അവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയ ഇൻക്യുബേഷൻ ടൈം, രോഗം വരാൻ സാധ്യതയുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഇളവുകൾ അതിനനുസരിച്ച് നൽകും. രണ്ടാമതൊരാൾക്ക് രോഗം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇനിയുള്ള സാമ്പിളുകൾ കൂടി പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുക.